കച്ചത്തീവ് തിരിച്ചുപിടിക്കാൻ നടപടി ആരംഭിച്ചു കേന്ദ്ര സർക്കാർ. ആദ്യഘട്ട ശ്രമങ്ങൾ വിജയകരമെന്ന് ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കേന്ദ്രമന്ത്രി എൽ മുരുകൻ പറഞ്ഞു. മനേഷ് മൂർത്തി വിവരങ്ങളുമായി. മനേഷ്, തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ഒരു വിവാദം ഉയർത്തിവിടുന്നതിന്റെ സാധുത എന്ത് എന്നൊക്കെയുള്ള ചോദ്യം ചെയ്യലുകൾ ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. പല കോണുകളിൽ നിന്നും ശ്രീലങ്കയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. നിലവിലെ വിഷയത്തിൽ ചർച്ച ആവശ്യമില്ല എന്ന്. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് നടപടി ആരംഭിച്ചിട്ടുണ്ടെന്നും ആദ്യഘട്ട ശ്രമം വിജയകരമെന്നും മന്ത്രി പറഞ്ഞിട്ടുള്ളത്? അനുജ, ശ്രീലങ്കയുമായി സംസാരിച്ചു എന്ന അർത്ഥത്തിലാണ് ഇന്നിപ്പോൾ ഒരു ദേശീയ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ എൽ മുരുകൻ പറയുന്നത്. ആദ്യഘട്ട സംഭാഷണങ്ങൾ വിജയകരമാണ് എന്നുള്ളതാണ്. പോസിറ്റീവായിട്ടാണ് ശ്രീലങ്ക ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ ഇതിൻ്റെ മറ്റു രീതിയിലുള്ള അല്ലെങ്കിൽ ഈ സംഭാഷണം നടന്നതിൻ്റെ എഴുത്തുകുത്തുകൾ നടത്തുന്നതിൻ്റെ തെളിവുകളൊന്നും തന്നെ പറയുന്നില്ല. ആദ്യഘട്ട ശ്രമങ്ങൾ വിജയകരം എന്നുള്ളത് മാത്രം. അതായത് കച്ചത്തീവ് തിരിച്ചു പിടിക്കാൻ, ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ, ഇന്ത്യയുടെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേന്ദ്രമന്ത്രിയും നീലഗിരിയിലെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള എൽ മുരുകൻ പറയുന്നത്. എന്നാൽ ശ്രീലങ്ക നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ശ്രീലങ്കയിലെ 2 മന്ത്രിമാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നേരത്തെ തന്നെ നടത്തിയതാണ്. ഇന്ത്യ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒന്നും തന്നെ ആവശ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകളൊന്നും തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് കൃത്യമായ മറുപടി എന്തായാലും ശ്രീലങ്ക നൽകും. ശ്രീലങ്കയുടെ ഭാഗം തന്നെയാണ് കച്ചത്തീവ് നിലവിൽ എന്നുള്ളൊരു കാര്യം ശ്രീലങ്കൻ മന്ത്രിമാർ തന്നെ പറഞ്ഞിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ തിരിച്ചു പിടിക്കുമെന്നുള്ള കാര്യം നേരത്തെ സംസ്ഥാന അധ്യക്ഷൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ അണ്ണാമല ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു. അത് കേന്ദ്ര സർക്കാർ അതിനുള്ള നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എന്തായാലും അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ എൽ മുരുകന്റെ ഭാഗത്തു നിന്നും അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ട ഇടപെടലുകൾ എന്തായാലും വിജയകരമാണ് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അനുജ, കച്ചത്തീവ് തിരിച്ചുപിടിക്കുന്നതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി വ്യക്തമാക്കുന്നത്. അതിന്റെ ആദ്യഘട്ട ശ്രമങ്ങൾ വിജയകരം എന്നുള്ളതാണ് മന്ത്രിയുടെ പ്രതികരണം.